ശരിയായി കണ്ടോക്കിക്കേ. ആരാ വീടായിനോ? ഇത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൂടെ കളിച്ച സജിയില്ലേ, അത് കോളേജിൽ ഭയങ്കര ഫ്രണ്ടായിരുന്നു. നോക്കിക്കോ, എന്നെ കാണുമ്പോൾ മറ്റേ സന്തോഷം കണ്ടോ. പെട്ടെന്ന് ഇറങ്ങണേ, വെയിൽ കൊണ്ടൊരു ഭയങ്കര വല്ലേ. ആരേനു? സജീൻ്റെ വൈഫല്ലേ? ഞാൻ ഫോട്ടോ കണ്ടിക്ക്. ഞാൻ സജീൻ്റെ ഫ്രണ്ടാ. ഒന്ന് വിളിക്കുവാ. നിങ്ങളെ വിളിക്കുന്നേ. കഴിഞ്ഞ ആഴ്ച നാട്ടിലെത്തിയല്ലേ, ഗ്രൂപ്പ് ഫോട്ടോ ഇട്ട് കണ്ടിക്ക്. എടാടോ സജിയെ, എന്തല്ല? സുമേഷാ, എന്തിനാ വന്ന്? ഞാനേ നമ്മളെ വീട്ടിൽ കൂടുതൽ പറയാൻ വന്നാ. നമ്മളെ ടീമെല്ലാം ഉണ്ട്, അപ്പോൾ അതിനോടൊന്ന് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു വന്ന. ഓക്കെ, അപ്പോ ഇതിപ്പോ നമ്മളെ പരിപാടി ഡിസംബർ 27 ഭാര്യനെ കൂട്ടണേ വരുമ്പോ. ഡിസംബർ 27 അന്ന് നടക്കൂല, അന്ന് നമുക്ക് വേറെ ഒരുപാട് പരിപാടിയാണ്. സജിയെ, ഞാൻ വിളിച്ചു നോക്കിട്ടേ ഞാൻ വരുവാൻ പാടുള്ളൂ അല്ലേ. ഞാൻ വീട്ടിലിങ്ങനെ നിൽക്കല്ല, ഇരിക്കി. ഇല്ലടാ, ഞാൻ ഇരിക്കുന്നില്ല, ഇത്ര നേരം കിടന്നതാ. എന്നാ വെള്ളം എന്തെങ്കിലും എടുക്കട്ടെ. ഓ, ഞാൻ കത്തങ്ങോട്ട്. അപ്പോ 27-ാം തീയതി നമ്മളെ പരിപാടി. ഇപ്പൊ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അന്ന് അങ്ങോട്ടൊന്ന് ഇറങ്ങുക. വീട്ടിൻ്റെ തൊട്ടടുത്ത പറമ്പിലാണ് പന്തലും കാര്യങ്ങളിൽ ഭക്ഷണത്തിൻ്റെ പരിപാടി ആടുക. സമയവും സൗകര്യം ഉണ്ടെങ്കിൽ ഒന്നാടെ കയറി ഭക്ഷണം കഴിക്കുക, വീട്ടിലൊന്ന് കയറുക. വരണമെന്നൊരു നിർബന്ധവും ഇല്ല, സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി കേട്ടാ. ഞാൻ പോട്ടെ, ശരി. അല്ലാന്ന് നിങ്ങളെ ഫ്രണ്ടല്ലേ അത്, ഇങ്ങനെ ഒരാവശ്യം എനിക്ക്. ആ ഫ്രണ്ടാന്നുള്ളൊരു വിചാരം കൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരം ഇന്നേം കൂട്ടി പിന്നെ ഇവിടെ ക്ഷണിക്കാൻ വന്നു. സ്നേഹമായാലും ബഹുമാനമായാലും പരിഗണനയായാലും നമുക്ക് ഏത് രീതിയിലാണോ കിട്ടുന്നത് അതേ രീതിയിൽ തിരിച്ചു കൊടുക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ ഇവനെല്ലാം നമ്മളെ പട്ടിക്ക് സഹായിക്കല് കേട്ടാ. അത് പോയിന്റാട്ടോ, അത് പറഞ്ഞത് പോയിന്റാണ്. അങ്ങനെ തന്നെയാണ് അത് പറഞ്ഞത് പോയിന്റ്. എന്ന് വെച്ചാൽ നമ്മളോട് എങ്ങനെയാണോ അങ്ങോട്ടും അതേപോലെ. അത് സംഭവം അടിപൊളിയാക്കിനാട്ട്. ഇത് അടിപൊളി വീഡിയോ ആക്കിന്. ഇവരെ പേജിൻ്റെ പേരാണ് എടുങ്ങേറ് എന്ന് പറഞ്ഞിട്ടാട്ടോ. എടുങ്ങേറ് അടിപൊളി സെറ്റ് വീഡിയോസാണ് ഇവർ ചെയ്യുന്നതൊക്കെ, അടിപൊളിയാണ്.